നമസ്കാരം. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ ഓട്ടോ പെൻ ഉപയോഗിച്ച് ഒപ്പിട്ട എല്ലാ ഔദ്യോഗിക രേഖകളും അസാധുവായി പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. ഇത്തരത്തിൽ ഒപ്പിട്ട രേഖകൾ പ്രകാരം പൊതുമാപ്പും ഇളവുകളും ലഭിച്ചവർക്കും നിലവിലെ നടപടി ബാധകമാണെന്നും ട്രംപ് അറിയിച്ചു. പ്രായവും മറവിയും മൂലം ബൈഡൻ ഓഫീസ് കാര്യക്ഷമമായി നിയന്ത്രിക്കാനായിരുന്നില്ല എന്നാണ് ട്രംപിന്റെ ആരോപണം. മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ ഓട്ടോ പെൻ ഉപയോഗിച്ച് ഒപ്പിട്ട എല്ലാ ഔദ്യോഗിക രേഖകളും അസാധുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഒപ്പുകൾ കൃത്യതയോടെ പകർത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് ഓട്ടോ പെൻ. റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാർ മുമ്പും ഔദ്യോഗിക രേഖകളിൽ ഒപ്പിടാൻ ഓട്ടോ പെൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഓട്ടോ പെൻ ഉപയോഗിച്ച് ജോസഫ് ആർ ബൈഡൻ ജൂനിയർ ഒപ്പിട്ട എല്ലാ രേഖകളും പ്രഖ്യാപനങ്ങളും എക്സിക്യൂട്ടീവ് ഉത്തരവുകളും മെമ്മോറാണ്ടങ്ങളും കരാറുകളുമാണ് അസാധുവായി പ്രഖ്യാപിച്ചത്. പൊതുമാപ്പും ഇളവുകളുമടക്കം ഉള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഒപ്പിട്ട രേഖകൾ പ്രകാരം ലഭിച്ചവർക്കും നിലവിലെ നടപടി ബാധകമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പ്രായവും മറവിയും മൂലം ബൈഡന് ഓഫീസ് കാര്യക്ഷമമായി നിയന്ത്രിക്കാനായിരുന്നില്ലെന്ന ആരോപണം ആവർത്തിക്കുകയാണ് ട്രംപ്. നേരത്തെയും ഓട്ടോ പെൻ ഉപയോഗിച്ച് രേഖകളിൽ ഒപ്പിടുന്നതിൽ ബൈഡനെതിരെ ട്രംപ് കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. വൈറ്റ് ഹൌസിൽ ആയിരക്കണക്കിന് ഔദ്യോഗിക രേഖകളിൽ തുടർച്ചയായി ഒപ്പിടേണ്ടി വരുന്നത് എളുപ്പമാക്കാൻ ഓട്ടോ പെൻ സംവിധാനമാണ് പ്രസിഡന്റുമാർ പൊതുവെ ഉപയോഗിക്കാറ്. എന്നാൽ ബൈഡൻ അമിതമായി ഓട്ടോ പെന്നിനെ ആശ്രയിച്ചത് അദ്ദേഹത്തിന്റെ ഓഫീസിലെ നിയന്ത്രണമില്ലായ്മ വ്യക്തമാക്കുന്നതാണെന്നാണ് ട്രംപിന്റെ ആരോപണം. ബൈഡന്റെ അറിവ് പോലുമില്ലാതെ ഒപ്പമുണ്ടായിരുന്നവർ പല നിർണായക തീരുമാനങ്ങളും എടുത്തിരുന്നുവെന്നടക്കം മുമ്പും ട്രംപ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പദവി ഒഴിയുന്നതിനു മുമ്പ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിരവധി കുടുംബാംഗങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മുൻകൂർ മാപ്പ് നൽകിയിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിമർശകരായ വ്യക്തികൾ വേട്ടയാടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു നടപടി. സ്ഥാനമൊഴിയുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ബൈഡൻ ഉത്തരവുകളിൽ ഒപ്പിട്ടത്. സ്ത്രീകൾക്ക് ഡീക്കൻ പദവി നൽകില്ല എന്ന കത്തോലിക്ക സഭയുടെ നിലപാട് തുടരുമെന്ന് അറിയിച്ച് വത്തിക്കാൻ. സ്ത്രീ ഡയക്കനേറ്റിനെ കുറിച്ചുള്ള പഠന കമ്മീഷൻ ലിയോ 14 പാപ്പായുടെ അംഗീകാരത്തോടെ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിലായിരുന്നു പരാമർശം. കത്തോലിക്ക സഭയിൽ സ്ത്രീകൾക്ക് ഡീക്കൻ പദവി നൽകില്ല എന്ന നിലപാട് തുടരുമെന്നറിയിച്ച് വത്തിക്കാൻ. സ്ത്രീകളെ ഡീക്കൻ പദവിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കുന്ന കമ്മീഷനുകൾ നടത്തിയതും കർദിനാൾ ജുസപ്പെ പെട്രോച്ചി ലിയോ 14 പാപ്പയ്ക്ക് സമർപ്പിച്ചതുമായ പഠനങ്ങളുടെ സംഗ്രഹം ഡിസംബർ 4 വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. 7 അനുകൂല വോട്ടുകളുടെയും ഒരു പ്രതികൂല വോട്ടിന്റെയും അടിസ്ഥാനത്തിൽ സ്ത്രീകളെ ഡയക്കനേറ്റിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയുന്നു എന്നായിരുന്നു ഫ്രാൻസിസ് പാപ്പ സ്ത്രീ ഡയക്കനേറ്റിനെക്കുറിച്ചുള്ള പഠന കമ്മീഷന്റെ പ്രസിഡന്റായി നിയോഗിച്ച കർദിനാൾ പെട്രോച്ചി പ്രസ്താവിച്ചത്. 2021 നടന്ന ആദ്യ സെഷന് ശേഷം രണ്ടാമത്തെ പ്രവർത്തന സെഷൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവസാനിക്കുകയും അതിന്റെ നിഗമനങ്ങൾ സെപ്റ്റംബർ 18 ലിയോ 14 പാപ്പയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും പാപ്പ ആവശ്യപ്പെട്ട പ്രകാരം ഡിസംബർ 4 അവ പ്രസിദ്ധീകരിക്കുകയുമായിരുന്നു. അതേസമയം സഭയിൽ വിവിധ ശുശ്രൂഷകളിൽ സ്ത്രീ പ്രാതിനിധ്യം വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഏക അഭിപ്രായമാണ് ഉള്ളത്. ലിയോ 14 പാപ്പ തന്റെ വിവേചനാധികാരത്തിൽ ഡയക്കനേറ്റിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര പഠനങ്ങൾ മാറ്റമില്ലാതെ തുടരുമെന്നും അതേസമയം കൂദാശ പരികർമ്മത്തിൽ ഏർപ്പെടാതെ തന്നെ സ്ത്രീകൾക്കായി പുതിയ ശുശ്രൂഷ ഇടങ്ങൾ തുറക്കണമെന്നുമുള്ള നയമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും കർദിനാൾ പെട്രോച്ചി കൂട്ടിച്ചേർത്തു. ആംഗ്ലിക്കൻ സഭയുടെ ആഗോള തലപ്പത്തെ സ്ഥാനത്തേക്ക് വനിതയായ സാറ മുള്ളാലി എന്ന വനിതാ ആർച്ച് ബിഷപ്പ് നിയമിക്കപ്പെട്ടതും ആദ്യ ആംഗ്ലിക്കൻ ലെസ്ബിയൻ ആർച്ച് ബിഷപ്പായി ചെറിവാൻ നിയമനം ഏറ്റെടുത്തതുമെല്ലാം വാർത്തയായതോടെ കത്തോലിക്ക സഭ വനിതാ പൗരോഹിത്യ വിഷയത്തിൽ നിലപാട് മാറ്റണമെന്ന ആവശ്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ വത്തിക്കാൻ അറിയിച്ചിരിക്കുന്ന കൃത്യവും ശക്തവുമായ നിലപാട് സഭാ പ്രബോധനങ്ങൾ കാലാനുസൃതം വെള്ളച്ചേർക്കേണ്ടവയല്ല എന്നും ക്രിസ്തു കാണിച്ചു തന്ന മാതൃക എക്കാലവും തുടരേണ്ടവയാണെന്നും അടിവരയിട്ട് തെളിയിക്കുന്നതാണ്. സ്നേഹവും വിശ്വാസവും വേറെയെന്ന് തെളിയിച്ച് ആദ്യ അപ്പസ്തോലിക യാത്രാവേളയിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ വിശ്വാസത്തിന്റെ ധീര നിലപാട്. തുർക്കി സന്ദർശനത്തിന്റെ 3-ാം ദിനത്തിലാണ് ഇസ്താംബുളിലെ ബ്ലൂ മോസ്കിൽ പ്രാർത്ഥിക്കാനുള്ള ക്ഷണം പാപ്പ നിരസിച്ചത്. വിശ്വാസത്തിന്റെ ധീര നിലപാടുമായി ലിയോ 14 പാപ്പ തന്റെ ആദ്യ അപ്പസ്തോലിക യാത്രയായ തുർക്കി സന്ദർശനത്തിന്റെ 3-ാം ദിനത്തിൽ ഇസ്താംബുളിലെ ബ്ലൂ മോസ്ക് സന്ദർശിക്കവേ മോസ്കിലെ ഇമാം അസ്ഡിൻ തുങ്ക പരിശുദ്ധ പിതാവിനെ മോസ്കിനുള്ളിൽ പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചെങ്കിലും പാപ്പ ആ ക്ഷണം ഏറ്റവും മാന്യമായ രീതിയിൽ സൗമ്യതയോടെ നിരസിക്കുകയാണ് ഉണ്ടായത്. പ്രാദേശിക ആചാരപ്രകാരം പ്രവേശന കവാടത്തിൽ വെച്ച് പാപ്പ തന്റെ ഷൂസ് ഊരിമാറ്റിയിരുന്നു. വെളുത്ത സോക്സ് ധരിച്ച് മോസ്കിൽ പ്രവേശിച്ച പാപ്പ അവിടെ പ്രാർത്ഥന നടത്താനുള്ള ക്ഷണം സൗമ്യമായി നിരസിക്കുകയായിരുന്നുവെന്ന് ഇമാം അസ്ഡിൻ തുങ്ക തന്നെ വെളിപ്പെടുത്തി.
ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദീസായും എന്ന തുർക്കി സന്ദർശനത്തിന്റെ ആപ്തവാക്യം പ്രാവർത്തികമാക്കിക്കൊണ്ട് ഏക കർത്താവിലുള്ള ഏക വിശ്വാസത്തിൽ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാകാത്ത വലിയ ഇടയന്റെ ധീരനിലപാട് മതനിരപേക്ഷതയുടെ പേരിൽ വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്ന അബദ്ധ പ്രബോധനങ്ങൾ പെരുകുമ്പോൾ കൃത്യവും വ്യക്തവുമായ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ സന്ദേശം നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോ രാജ്യം വിടണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് പ്രതികരണം. അടിമയുടെ സമാധാനം തങ്ങൾക്ക് വേണ്ടെന്നും ഒരിക്കലും അടിമയാവില്ലെന്നും മഡൂറോ വ്യക്തമാക്കി. രാജ്യം വിടാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയെന്ന റിപ്പോർട്ടിന് പിന്നാലെ രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ രാജ്യം വിടണമെന്ന് ട്രംപ് നിർദ്ദേശം നൽകിയെന്ന് മയാമി ഹെറാൾഡിനെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. താങ്കൾക്കും ഭാര്യയ്ക്കും മകനും സുരക്ഷിതമായി രാജ്യം വിടാൻ വഴിയൊരുക്കാം. താങ്കളുടെ അടുത്ത ആളുകളെയും രക്ഷിക്കാം. ഉടനടി രാജിവെക്കണമെന്നും രാജ്യം വിടണമെന്നും ട്രംപ് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അടിമയുടെ സമാധാനം തങ്ങൾക്ക് വേണ്ടെന്നും ഒരിക്കലും അടിമയാവില്ലെന്നും മഡുറോ വ്യക്തമാക്കി. തന്റെ രാജ്യം സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ പരമാധികാരം, സമത്വം, സ്വാതന്ത്ര്യം എന്നിവയുള്ള സമാധാനം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യതലസ്ഥാനമായ കറാക്കസിൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മഡുറോ. നവംബർ 21 ട്രംപും മഡുറോയും ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. ഇതിനുശേഷം ഇരു നേതാക്കളും തമ്മിൽ ആശയവിനിമയം നടന്നിട്ടില്ലെന്നാണ് സൂചന. വെനസ്വേല അനധികൃതമായി മയക്കുമരുന്ന് കടത്താൻ തുടങ്ങിയതോടെ രാജ്യത്തിനെതിരെ ട്രംപ് കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു. വെനസ്വേലയുടെ വ്യോമാതിർത്തി അടച്ചതായും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. തെക്കൻ ഗാസയിലെ തുരങ്കങ്ങളിൽ ഉണ്ടായിരുന്ന 40-ലധികം ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മുതിർന്ന ഹമാസ് കമാൻഡർ മുഹമ്മദ് ജവാദ് മുഹമ്മദ് അൽ ഭവാബും കൊല്ലപ്പെട്ടു. 200-ലേറെ ഹമാസ് ഭീകരർ മാസങ്ങളായി റഫായിലുള്ള തുരങ്കങ്ങളിലുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഗാസയിലെ തുരങ്കങ്ങളിൽ കുടുങ്ങിയ 40 ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റഫായിലുള്ള തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയാണ് വധിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 3 പ്രാദേശിക കമാൻഡർമാരും ഹമാസിന്റെ പ്രവാസി നേതാക്കളിലൊരാളായ ഗാസി ഹമാദിന്റെ മകനും ഉൾപ്പെടുന്നുണ്ട്. റഫയിലെ ഒരു ഭീകര തുരങ്കത്തിലൂടെ പുറത്തേക്ക് കടക്കുന്നതിനിടെയാണ് ഇസ്രായേൽ സൈന്യം ഭീകര സംഘത്തെ ആക്രമിച്ചത്. ഇസ്രായേലി US ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് ഏകദേശം 200 ഭീകരർ മാസങ്ങളായി തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ ചിലർ ഇസ്രായേൽ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുകയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുകയും ചെയ്ത ഹമാസിന്റെ കിഴക്കൻ റഫ ബറ്റാലിയന്റെ കമാൻഡർ മുഹമ്മദ് ജവാദ് മുഹമ്മദ് അൽ ഭവാബിനെ കൊലപ്പെടുത്തിയതായും IDF പ്രസ്താവനയിൽ പറഞ്ഞു. ഡെപ്യൂട്ടി കമാൻഡർ ഇസ്മായിൽ കനാൻ അബ്ദുൽ ഹൈ അബ്ദു ലബ്ദെ, പ്രാദേശിക പ്ലാറ്റൂണിന്റെ കമാൻഡർ തൗഫീഖ് ഖാലിദ്, തൗഫീഖ് സലേം എന്നിവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസിന്റെ മുതിർന്ന നേതാവായ ഗാസി ഹമദിന്റെ മകൻ അബ്ദുല്ല അസി അഹമ്മദ് ഹമദാണ് കൊല്ലപ്പെട്ട മറ്റൊരു ഭീകരൻ. അതേസമയം ഗാസയിൽ ഹമാസിനെ എതിർക്കുന്ന സായുധ പലസ്തീൻ വിഭാഗത്തിന്റെ തലവൻ യാസർ അബു ഷബാബ് കൊല്ലപ്പെട്ടു. സംഭവത്തിനു പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ലെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹമാസ് വിരുദ്ധ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രമുഖമായ വിഭാഗമായ പോപ്പുലർ ഫോഴ്സിനെ നയിച്ചിരുന്ന ഗോത്ര നേതാവാണ് യാസർ അബു ഷബാബ്. ഇസ്രായേൽ ബന്ധത്തിന്റെ പേരിൽ ഇദ്ദേഹത്തോട് കീഴടങ്ങാൻ നേരത്തെ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ലോകക്രമത്തിലെ മാറ്റങ്ങൾക്കിടയിൽ ഒരു ഇരട്ട താരകം പോലെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും 2030 വരെ നീണ്ടു നിൽക്കുന്ന ഒരു സാമ്പത്തിക സഹകരണ പരിപാടിക്ക് അംഗീകാരം നൽകി. മറ്റു നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ആഴത്തിലുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരട്ട താരകം പോലെ നിലനിൽക്കുന്ന ഈ സൗഹൃദത്തിന് പുടിൻ നൽകിയ സംഭാവന വളരെ വലുതാണ്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേതൃത്വവും കാഴ്ചപ്പാടും ഈ ബന്ധത്തെ വളർത്തി വലുതാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ സാഹചര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നേതൃത്വം നമ്മുടെ ബന്ധങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. സുഹൃത്തായ പ്രസിഡന്റ് പുടിന് ഇന്ത്യയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പുടിൻ മോദി
നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ നിർണായകമായ നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ 2030 വരെ നീണ്ടുനിൽക്കുന്ന സാമ്പത്തിക സഹകരണ പരിപാടിക്ക് അംഗീകാരം നൽകി. 8 കരാറുകളിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു. തൊഴിൽ, കുടിയേറ്റം എന്നിവയിൽ 2 കരാറുകളിലും ഒപ്പുവെച്ചു. ആരോഗ്യം, ഷിപ്പിംഗ് എന്നീ മേഖലകളിലും ഇരു രാജ്യങ്ങളും ധാരണയായി. റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ രാസവളം വാങ്ങുന്നതിലും ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുവാനും ഇരു നേതാക്കളും തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വിവിധ വിഷയങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടന്നു. ഊർജ്ജ സുരക്ഷ, ആണവ സഹകരണം, ധാതുക്കളുടെ വിതരണം എന്നിവ ചർച്ചയായി. റഷ്യൻ പൗരന്മാർക്ക് സൗജന്യ ടൂറിസ്റ്റ് വിസ നൽകുവാനും തീരുമാനമായി. റഷ്യൻ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് വരുവാൻ 30 ദിവസത്തെ സൗജന്യ ടൂറിസ്റ്റ് വിസയും 30 ദിവസത്തെ ഗ്രൂപ്പ് ടൂർ വിസയും ഉടൻ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഊർജ്ജ സുരക്ഷ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ഒരു പ്രധാന തൂണാണ്. ഈ വിജയകരമായ സഹകരണം തുടരുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ശ്രമം തുടരുന്നതായും സംയുക്തമായി യൂറിയ ഉൽപാദനത്തിന് ധാരണയായതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. സൈനികേതര ആണവോർജ്ജ രംഗത്ത് സഹകരണം കൂട്ടും. ഉക്രൈൻ വിഷയത്തിൽ സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ഇന്ത്യയുടെ പിന്തുണയുണ്ടെന്ന് മോദി അറിയിച്ചു. റഷ്യയുടെ വിദേശ നയത്തെയും ബഹുദ്രുവ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും റഷ്യയും സഹകരിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഉക്രൈൻ വിഷയത്തിൽ സമാധാനപരമായ എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നെന്നും സംഭാവന നൽകുവാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി അറിയിച്ചു. വളർന്നുവരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ഇന്ധനം തടസ്സമില്ലാതെ നൽകുന്നത് തുടരുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 12% വർദ്ധിച്ച് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചതായും ഈ വർഷവും സമാനമായ വളർച്ച പ്രതീക്ഷിക്കുന്നതായും പുടിൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ഇന്ധനം തടസ്സമില്ലാതെ നൽകുവാൻ റഷ്യ തയ്യാറാണ് എന്ന് പുടിൻ ആവർത്തിച്ചു. സാങ്കേതികവിദ്യയിലുള്ള വിമാനങ്ങൾ, ബഹിരാകാശ ഗവേഷണം, കൃത്രിമ ബുദ്ധി എന്നിവ ഉൾപ്പെടെയുള്ള പുതിയ സഹകരണ മേഖലകൾ തുറക്കുന്നതായി പുടിൻ പറഞ്ഞു. യുക്രൈൻ വിഷയത്തിൽ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾക്ക് മോദി നൽകുന്ന ശ്രദ്ധയ്ക്കും പുടിൻ നന്ദി അറിയിച്ചു. ലോകമെങ്ങും ക്രൈസ്തവ വിരുദ്ധത വർദ്ധിക്കുന്നു. പ്രധാന ലക്ഷണങ്ങൾ ലോകരാജ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള അമേരിക്കൻ മണ്ണിലും യൂണിവേഴ്സിറ്റികളിലും ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് കളമൊരുങ്ങുന്നു. ആശങ്ക പരത്തുന്ന വാർത്തയാണ് US-ലെ കൊളറാഡോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരുന്നത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ബൈബിൾ വചനം എഴുതിയതിന് തുപ്പൽ ഏൽക്കേണ്ടി വന്നതും ഉപദ്രവിക്കപ്പെടുന്നതും പതിവ് സംഭവമായിരിക്കുകയാണ്. ലോകമെങ്ങും ക്രൈസ്തവർക്കെതിരായുള്ള പീഡനങ്ങൾ ദിനംപ്രതി വർധനമായിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായ US-ൽ നിന്നും ക്രൈസ്തവ വിരുദ്ധതയുടെ വാർത്തകൾ ലോകമറിയുന്നത്. US-ലെ കൊളറാഡോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തുന്ന പല വിദ്യാർത്ഥികൾക്കും ക്രൈസ്തവ വിരുദ്ധത അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിലൊരാളാണ് ബ്ലേക്ക് ജോൺസ്. ചാർലി കിർക്ക് ആരംഭിച്ച ടേണിംഗ് പോയിന്റ് USA ചാപ്റ്ററിൽ അംഗമാണ് ബ്ലേക്ക് ജോൺസ്. 2025 നവംബർ 19 കത്തോലിക്കനായ ബ്ലേക്ക് ജോൺസും കൂട്ടുകാരും നടപ്പാതയിലും മതിലിലും എഴുതിവെച്ച ചുവരെഴുത്തുകളാണ് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ വികൃതമാക്കിയത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന് ദൈവം ട്രാൻസ്ജെൻഡേഴ്സിനെ സ്നേഹിക്കുന്നു എന്നാക്കി തിരുത്തുകയും ഗർഭചിത്രം കൊലപാതകമാണെന്ന് മായിച്ച് ഗർഭചിത്രം വളരെ നല്ലതാണെന്ന് എഴുതി വികൃതമാക്കിയിരിക്കുകയുമായിരുന്നു. മറ്റൊന്ന്, സർവാധിപനായ യേശുക്രിസ്തുവിന്റെ ചിത്രം ട്രാൻസ്ജെൻഡർ രീതിയിൽ ചിത്രീകരിക്കുകയും അവഹേളിക്കുകയും ചെയ്തിരുന്നു. ഇനിയുമുണ്ട് ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ഉദാഹരണങ്ങൾ. കൊളറാഡോ സ്റ്റേറ്റ് ക്യാമ്പസിൽ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ അവഹേളിക്കുന്നത് ക്രൈസ്തവരെയും ക്രൈസ്തവ വിശ്വാസത്തെയുമാണ്. ഓരോ ദിവസവും ക്രൈസ്തവ വിരുദ്ധ സന്ദേശങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കാണുവാൻ സാധിക്കും. മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിച്ചതിന്റെ പേരിൽ ബ്ലേക്ക് ജോൺസിനെ 2 കോളേജ് വിദ്യാർത്ഥികൾ തുപ്പുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും തങ്ങളെ ഉപദ്രവിക്കുന്നവർക്കും ദ്വേഷിക്കുന്നവർക്കും വേണ്ടി ക്രിസ്തുവിന്റെ ഈ വിലപ്പെട്ട ശിഷ്യർ യേശുക്രിസ്തുവിന്റെ അതേ നിയമമനുസരിച്ച് ദ്രോഹിച്ചവരോട് ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസിനെ വരവേൽക്കാൻ വൈറ്റ് ഹൗസും തയ്യാർ. അത്യുഗ്രം ഗംഭീരം വിശേഷണങ്ങൾ മതിയാവില്ല വൈറ്റ് ഹൗസ് ക്രിസ്മസ് അലങ്കാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. തിരുപ്പിറവി ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വൈറ്റ് ഹൗസിലെ ക്രിസ്മസ് അലങ്കാരങ്ങൾ പ്രഥമ വനിത മെലാനിയ ട്രംപ് അനാച്ഛാദനം ചെയ്തു. ഹൃദയം എവിടെയാണോ അവിടെയാണ് ഭവനം എന്ന പ്രമേയത്തോടെയാണ് പ്രഥമ വനിത വൈറ്റ് ഹൗസ് അലങ്കരിച്ചത്. നാടും നഗരവും തകൃതിയായ ക്രിസ്മസ് ഒരുക്കങ്ങളിലാണ്. എങ്ങും ക്രിസ്മസിന്റെ അലയൊലികൾ. രക്ഷകന്റെ വരവിനായി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന സുവർണ ദിനങ്ങൾ. വൈറ്റ് ഹൗസും സജ്ജമായി കഴിഞ്ഞു. ഏവരെയും അമ്പരപ്പിക്കുന്ന മനോഹാരിതയിലാണ് വൈറ്റ് ഹൗസ് ക്രിസ്മസിനായി ഒരുക്കപ്പെട്ടിരിക്കുന്നത്. തിരുപ്പിറവി ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വൈറ്റ് ഹൗസിലെ ക്രിസ്മസ് അലങ്കാരങ്ങൾ വർണ്ണശബളമാണ്. ഹൃദയം എവിടെയോ അവിടെയാണ് ഭവനമെന്ന പ്രമേയത്തോടെയാണ്
പ്രഥമ വനിത മെലാനി ട്രംപ് വൈറ്റ് ഹൌസ് അലങ്കരിച്ചത്. അമേരിക്കൻ ഔദാര്യം, ദേശസ്നേഹം, കൃതജ്ഞത എന്നിവ പ്രദർശിപ്പിക്കുന്നതിനായി വിവിധ അലങ്കാരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വർണ്ണശബളമായ വ്യത്യസ്തങ്ങളായ അലങ്കാര വസ്തുക്കളാണ് വൈറ്റ് ഹൌസ് മുഴുവൻ അലങ്കരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മുൻ പ്രസിഡന്റിലും പ്രഥമ വനിതയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പരമ്പരാഗത തനിമ നിലനിർത്തിക്കൊണ്ടായിരുന്നു ഇത്തവണത്തെ വൈറ്റ് ഹൌസ് ക്രിസ്മസ് അലങ്കാരങ്ങൾ. തനിമ പുനഃസ്ഥാപിച്ചുവെന്നാണ് വൈറ്റ് ഹൌസ് അക്കൗണ്ടിൽ ക്രിസ്മസ് അലങ്കാരങ്ങളെക്കുറിച്ച് പോസ്റ്റ് ചെയ്തത്. ക്രിസ്മസ് എന്നത് യുഎസിനെ അസാധാരണമാക്കുന്ന കാര്യങ്ങൾ ആഘോഷിക്കാനുള്ള സമയമാണെന്നും ഓരോ വീടിനും അതിൻ്റെതായ പാരമ്പര്യങ്ങളുണ്ടെന്നും അമേരിക്കക്കാർ പൊതുവായ മൂല്യങ്ങളാൽ ഐക്യപ്പെടുന്നുവെന്നും വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറഞ്ഞു. അമേരിക്കയുടെ ഹൃദയം ശക്തമാണെന്നും ഹൃദയം എവിടെയാണോ അവിടെയാണ് വീടെന്നും ഈ നിമിഷങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും വൈറ്റ് ഹൌസ് കുറിച്ചു. വൈറ്റ് ഹൌസിലെ ഗ്രാൻഡ് ഫോയും ക്രോസ് ഹാളും സ്നേഹം പൂക്കുന്നിടം എന്ന പേരിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. ക്രിസ്മസിന് മുമ്പ് അവധിക്കാല ടൂറുകൾ, സ്വീകരണങ്ങൾ, പാർട്ടികൾ എന്നിവയ്ക്കായി 10,000-കണക്കിന് സന്ദർശകരെയാണ് വൈറ്റ് ഹൌസ് പ്രതീക്ഷിക്കുന്നത്. വൈറ്റ് ഹൌസിലെ എല്ലാ മുറികളെയും അലങ്കാരങ്ങൾ സ്പർശിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് അതിഥികളെ ഒരു അവധിക്കാല അത്ഭുത ലോകത്തേക്ക് എത്തിക്കുമെന്നതിൽ സംശയമില്ല. വരാനിരിക്കുന്ന അമേരിക്കൻ 250 ദേശീയ ആഘോഷത്തെ എടുത്തു കാണിക്കുന്നതിനായി കിഴക്കൻ മുറിയിലെ മരങ്ങൾ ദേശസ്നേഹത്തിന്റെ ചുവപ്പ്, വെള്ള, നീല, ദേശീയ ചിഹ്നങ്ങൾ എന്നിവയിൽ അലങ്കരിച്ചിട്ടുണ്ട്. സജീവ സേവനത്തിനിടെ അംഗങ്ങളെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ആദരിക്കുന്നതിനായി ബ്ലൂ റൂമിലെ ഔദ്യോഗിക വൈറ്റ് ഹൌസ് ക്രിസ്മസ് ട്രീ സ്വർണ്ണ നക്ഷത്രങ്ങൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ മുറികളുടെയും അലങ്കാരങ്ങളിൽ വ്യത്യസ്തവും കൗതുകവും ഉണർത്തുന്നതുമായ തീമുകൾ ഉൾപ്പെടുന്നു. ഡിസംബർ 1 ഡസൻ കണക്കിന് ക്രിസ്മസ് ട്രീകളും വിവിധ ക്രിസ്മസ് അലങ്കാരങ്ങളും നിറഞ്ഞ വൈറ്റ് ഹൌസിലെ വിവിധ മുറികളിലൂടെ പ്രസിഡന്റ് ട്രംപ് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. അമേരിക്കയിൽ പെന്റഗണിലെ US സൈനികരുടെ കുടുംബങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ തുടക്കമായി. അമേരിക്കൻ വാർ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ഭാര്യ ജെനിഫറും 14 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ സമ്മാനിച്ചു. ഈ ആഗമന കാലത്ത് ക്രൈസ്തവരായ നമ്മൾ ലോകകാര്യങ്ങളിൽ നിന്നും മാറി നമ്മുടെ രക്ഷകന്റെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയിലേക്ക് നോക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഹെഗ്സെത്ത് അഭിസംബോധന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. അമേരിക്കയിൽ പെന്റഗണിലെ US സൈനികർക്കായി അമേരിക്കൻ വാർ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ഭാര്യ ജെനിഫറും 14 അടി ഉയരമുള്ള ക്രിസ്തുമസ് ട്രീ സമ്മാനിച്ചു. 5, 4, 3, 2, 1. All right. 17 വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന പഴയ ക്രിസ്തുമസ് ട്രീക്ക് പകരമായി പുതിയ 30 അടി നീളമുള്ള ട്രീ പെന്റഗണിൽ അനാച്ഛാദനം ചെയ്തത് ഹെഗ്സെത്ത് ആയിരുന്നു. ഈ ആഗമന കാലത്ത് ക്രൈസ്തവരായ നമ്മൾ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് നമ്മുടെ രക്ഷകന്റെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയിലേക്ക് നോക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഹെഗ്സെത്ത് പറഞ്ഞു. ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒത്തുകൂടിയ നമ്മൾ പെന്റഗണിലേക്ക് ക്രിസ്തുമസിന്റെ സന്തോഷം തിരികെ കൊണ്ടുവരികയാണെന്നും സർവീസ് അംഗങ്ങളെയും സിവിലിയൻ ജീവനക്കാരെയും അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നതിനിടെ ഹെഗ്സെത്ത് കൂട്ടിച്ചേർത്തു. സൈനിക കുടുംബങ്ങൾക്ക് ട്രീ സമർപ്പിക്കുന്നതിനൊപ്പം ഹെഗ്സെത്ത് പെന്റഗൺ ആകൃതിയിലുള്ള ഫലകവും സമ്മാനിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിൽ സൈനിക കുടുംബങ്ങളുടെ അനിവാര്യമായ പങ്കിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. നീണ്ട വേർപിരിയലുകളിൽ നിങ്ങൾ കാണിക്കുന്ന ക്ഷമ, അനിശ്ചിതത്വത്തിനിടയിൽ നിങ്ങൾ കാണിക്കുന്ന പ്രതിരോധശേഷി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ദൗത്യത്തിലുള്ള നിങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം എന്നിവയാണ് നമ്മുടെ സൈന്യത്തെ നിലനിർത്തുന്ന നിശബ്ദ ശക്തികളെന്ന് ഫലകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ക്രിസ്തുമസിന്റെ സന്തോഷത്തെ വിളംബരം ചെയ്തുകൊണ്ട് എത്തിച്ചേർന്ന സാന്താക്ലോസും സംഘവും ചടങ്ങിന് മാറ്റുകൂട്ടി. US-ലെ കാലിഫോർണിയയിൽ പരിശീലനത്തിനിടെ US എയർഫോഴ്സ് F-16 ജെറ്റ് കത്തിയമർന്നു. കൃത്യസമയത്ത് സീറ്റ് ഇജക്ട് ചെയ്ത പൈലറ്റ് സുരക്ഷിതമായി രക്ഷപ്പെട്ടു. US വ്യോമസേനയുടെ എലൈറ്റ് തണ്ടർബേർഡ് സ്ക്വാഡ്രണിൽപ്പെട്ട F-16 പോർ വിമാനം കാലിഫോർണിയയിലെ ട്രൊണ വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണു. അതേസമയം പൈലറ്റ് വിജയകരമായി സീറ്റ് ഇജക്ട് ചെയ്തു രക്ഷപ്പെട്ടു. കാലിഫോർണിയയിലെ ഡെത്ത് വാലിക്ക് സമീപമുള്ള വിജനമായ മരുഭൂമിയിൽ പ്രാദേശിക സമയം ഡിസംബർ 3 ബുധനാഴ്ച രാവിലെ 10:45 സംഭവം. വിമാനം നിലത്തേക്ക് കുതിച്ചു താഴുന്നതിന്റെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പൈലറ്റ് പാരച്യൂട്ടിൽ സുരക്ഷിതമായി താഴുന്നതും വിമാനം നിലത്ത് ഇടിച്ചയുടൻ ഒരു വലിയ തീഗോളമായി മാറി വൻ സ്ഫോടനത്തോടെ കത്തിയെരിയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. US വ്യോമസേനയുടെ ഉടമസ്ഥയിലുള്ള ഈ വിമാനം എങ്ങനെയാണ് തകർന്നു വീണതിനെക്കുറിച്ച് ഉടനടി വിവരങ്ങൾ ലഭ്യമല്ല. സംഭവത്തെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. പൈലറ്റിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും വൈദ്യസഹായം നൽകിയെന്നും വ്യോമസേന വൃത്തങ്ങൾ അറിയിച്ചു. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.